BJP അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. 2024 പ്രകടന പത്രിക നമുക്കറിയാം. 2023 വരെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ 95% നടപ്പാക്കിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി 2024 അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ലോകം തന്നെ ശ്രദ്ധിക്കുകയാണ് ആ പ്രകടന പത്രിക. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് BJP. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അക്കമിട്ട് നടപ്പാക്കിയ അയോധ്യയിലെ രാമക്ഷേത്രമായാലും 370 എടുത്തു കളയുന്നതായാലും പൗരത്വ ഭേദഗതി നിയമമായാലും മുത്തലാഖ് നിരോധിക്കുന്നതായാലും അങ്ങനെ അനവധി കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ 2024 മാനിഫെസ്റ്റോയിൽ അവർ എടുത്തു പറയുന്ന ശ്രദ്ധേയമായൊരു കാര്യം, ആ ഒരു കാര്യം 2025 തന്നെ നടപ്പാക്കും. കാരണം 2025 BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം RSSന് 100ാം വാർഷിക വർഷമാണ് 2025. അതിനവർ പേരിട്ടിരിക്കുന്നത് തന്നെ ജനജാതീയ വർഷം എന്നാണ് 2025 പേരിട്ടിരിക്കുന്നത്. 2025 ഇന്ത്യയിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, ദരിദ്രരായ എല്ലാ ജനങ്ങൾക്കും ഇനി വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടി വരില്ല. സൗജന്യ വൈദ്യുതി പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വാർത്ത മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളം നൽകിയിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഞങ്ങൾ മുൻപ് നൽകിയിരുന്നു. ഇങ്ങനെ ഒരു വലിയ പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളത്. അതിന് ഇപ്പോൾ അന്തിമ രൂപമായിരിക്കുന്നു. സൂര്യഘർ യോജന എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗ്യാസ് കണക്ഷൻ എല്ലാ വീടുകളിലും സൗജന്യമായി, അതായത് ദരിദ്രരായ പാവപ്പെട്ട അവരുടെ വീടുകളിൽ സൗജന്യമായി ഗ്യാസുകൾ എത്തിച്ചുകൊണ്ട്, ജൽജീവൻ പദ്ധതിയിലൂടെ കുടിവെള്ളം എത്തിച്ചുകൊണ്ട്, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിക്കൊണ്ട് മുൻപോട്ട് പോയ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം വൈദ്യുതി ബില്ലുകളിൽ നിന്നുള്ള മോചനം, അതായത് സൗജന്യ വൈദ്യുതി 2025 കോടിക്കണക്കിന് ദരിദ്രർക്ക് ആശ്വാസം പകർന്നുകൊണ്ടൊരു വലിയ വാർത്ത തന്നെ. കൂടാതെ ഏക സിവിൽ കോഡ്, സബ് ജനറേഷൻ വീണ്ടും തുടരും. ഒപ്പം തന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഒരുപക്ഷെ വലിയ സന്തോഷം തരുന്നത് ഈ അവരുടെ ഒരു പ്രഖ്യാപനം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഈ വാഗ്ദാനം തന്നെയാണ് വലിയ സന്തോഷം തരുന്നത്. കാരണം നമുക്കറിയാം, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ ഒരു സൗജന്യ ഇൻഷുറൻസ് നമുക്ക് കിട്ടും നമ്മളുടെ രോഗത്തിനും മറ്റുമൊക്കെ. പക്ഷേ അത് ഈ വരുമാന പരിധിക്ക് താഴെയുള്ളവർക്ക് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ പുതിയൊരു പ്രഖ്യാപനം അവർ നടത്തിയിരിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും 5 ലക്ഷം രൂപയുടെ ധനസഹായ പദ്ധതി, അതായത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 70 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും. ഈ മുതിർന്നവരെ കെയർ ചെയ്യുന്ന ഒരു സർക്കാരാണിതെന്ന് അക്ഷരം തെറ്റാതെ പറയാൻ കഴിയും. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം തന്നെ പ്രായമായവർക്കും വലിയ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ നരേന്ദ്രമോദി സർക്കാർ 2014 മുതൽ നാളിതുവരെ ഭരിച്ചത്. കാരണം ഇത് പലരും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഒരു സംസ്ഥാനത്ത് പോലും ഇത് ചെയ്തതായി അറിവില്ല. ഏതായാലും വലിയ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ് 70 കഴിഞ്ഞവർക്ക് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പ്രയോജനം എത്തിക്കുക. കാരണം 70 കഴിയുമ്പോഴാണ് സഹായം നമുക്ക് ആവശ്യമായി വരുന്നത്. പലർക്കും അവിടെ ഊന്നുവടിയായി നിൽക്കാൻ ഒരു സർക്കാരും ഒരു പ്രധാനമന്ത്രിയും ഉള്ളപ്പോൾ ഈ രാജ്യം അവർക്ക് പിന്നിൽ ഒറ്റക്കെട്ടാവുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.